ബിബാസ് കുടുംബത്തിൻ്റെ മൃതദേഹങ്ങൾ കൈമാറി. ഒപ്പം പ്രായമായ ഒരാളുടെയും മൃതദേഹം കൈമാറിയിട്ടുണ്ട്. അപ്പം ഇസ്രയേലിന് ഈ മൃതദേഹങ്ങൾ കൈമാറിയപ്പോൾ ആദരവോടെ അല്ല എന്നും വിമർശനം ഉയർന്നു. ഹമാസ് ആ പിക്ചറൊക്കെ മാറി. ഈ മൃതദേഹം കൈമാറിയത് ഒരു വലിയ തട്ടിപ്പടർന്നു വന്നിരിക്കുകയാണ്. കാരണം റെഡ് ക്രോസിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഈ 4 മൃതദേഹങ്ങൾ, ഒരമ്മയുടെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും 9 വയസ്സും 4 മാസവും പ്രായമുള്ള കുട്ടികളുടെയും ഒരു പ്രായം ചെന്ന 83 വയസ്സുകാരൻ്റെ മൃതദേഹം കിട്ടി. അവരുടെ പേരൊക്കെ പറയാം. ആ മൃതദേഹം കിട്ടിയ പാടെ പ്രതീകാത്മകമായി ഒരു ആദരവ് ചടങ്ങ് സൈന്യം നടത്തിയതിന് ശേഷം നേരെ ആ മൃതദേഹങ്ങൾ അബു കാഫിർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് കൊണ്ടുപോയത്. DNA പരിശോധന നടത്താൻ വേണ്ടി. DNA പരിശോധനകൾ നടത്തിയപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മൃതദേഹം, അതായത് ഷെറി ബിബാസിൻ്റെ മക്കളായ 4 വയസ്സുള്ള ഏരിയൽ, 9 മാസം പ്രായമുള്ള കിഫർ, ഈ പിന്നെ ലിപ്ഷിറ്റ്സ് എന്ന് പറയുന്ന 83 വയസ്സുകാരൻ, ഇവരുടെ 4 പേരുടെ മൃതദേഹങ്ങളാണ് കിട്ടിയത്. ഇത് DNA പരിശോധനയ്ക്ക് അബു കാഫിർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റി. അവിടെ DNA പരിശോധന നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നു. അവിടെ കിട്ടിയ മൃതദേഹങ്ങളിൽ ഒന്ന് ഷെറി ബിബാസിൻ്റെ അല്ല, ആ കുഞ്ഞുങ്ങളുടെ അമ്മയുടേതല്ല ആ മൃതദേഹം. അവിടെ ഇസ്രയേലിൻ്റെ പക്കലുള്ള എല്ലാ DNA സാമ്പിളുമായി പരിശോധിച്ചപ്പോൾ ഈ മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്രയേലിൽ ഇപ്പോൾ വലിയ രോക്ഷമാണ്. അവർ അടിയന്തരമായി മന്ത്രിസഭ പോലും കൂടാൻ ആലോചിക്കുന്നു. കാരണം ഈ വെടിനിർത്തൽ കരാർ ആരംഭിച്ചതിന് ശേഷം 24 പേരെ ജീവനോടെ വിട്ടുകൊടുത്തു. 4 പേരുടെ മൃതദേഹങ്ങൾ കൈമാറി. ആദ്യമായിട്ടാണ് മൃതദേഹങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇസ്രയേലിൽ വലിയ ദുഃഖവും സങ്കടവും ഒക്കെ തളം കെട്ടി നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഇസ്രയേലിൻ്റെ പ്രസിഡൻ്റൊക്കെ പറഞ്ഞ വികാരവായ്പോടെയുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറയാം. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞാൽ മാന്യമായ ഇടപാടാണ്. അവിടെ വെച്ച് പറയുന്ന വാക്ക് പാലിക്കണം. ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഷെറി ബിബാസ് എന്ന് പറഞ്ഞ 32കാരിയുടെ മൃതദേഹം എന്ന പേരിൽ മറ്റാരുടെയോ മൃതദേഹം കൊടുത്തയച്ചിരിക്കുന്നു. അതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ് എന്ന തരത്തിലുള്ള ആക്ഷേപം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ്, ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒരുപക്ഷെ ഇത് തുടർന്നുള്ള ബന്ദികളെ കൈമാറ്റം, പലസ്തീൻ തടവുകാരെ വിട്ടയക്കൽ, വെടിനിർത്തൽ ഇതിനെയൊക്കെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. കാരണം വളരെ കൃത്യമായി ഇവർ പരിശോധിച്ചിട്ട് വേണം ഈ മൃതദേഹങ്ങൾ കൊടുക്കാൻ. എന്നും മാത്രമല്ല, ഈ മൃതദേഹങ്ങൾ വെച്ചിട്ട് വലിയ നാടകമാണ് ഹമാസ് നടത്തിയത്. ഹമാസ് ഇന്നലെ ഖാൻ യൂനിസിലെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് മൃതദേഹങ്ങൾ കൈമാറുന്നത്. ഒരു സ്റ്റേജൊക്കെ ഉണ്ടാക്കി, സ്റ്റേജിൽ ഭയങ്കര ബാക്ക് ഡ്രോപ്പ് വെച്ചു. അതായത് രക്തരക്ഷസിനെ പോലെ നിൽക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ചിത്രം, അതിനുശേഷം 4 ശവപ്പെട്ടികൾ, കറുത്ത നിറമുള്ള ശവപ്പെട്ടികൾ വേദിയിൽ പ്രദർശിപ്പിച്ചു. എന്നിട്ട് വലിയ കാതടപ്പിക്കുന്ന സംഗീതം എല്ലാം നടത്തി വലിയ അത്ര ബഹളം വെച്ചിട്ട് മൃതദേഹങ്ങളെ കൈമാറുന്നത് വലിയ ആഘോഷം പോലെയാക്കി. 100 കണക്കിന് പലസ്തീനികൾ ഇത് കാണാൻ നിൽക്കുന്നു. എന്നിട്ട് തോക്കുധാരികളായ ഹമാസ് ഭീകരന്മാർ ആഘോഷപൂർവ്വം നിൽക്കുന്നു. അങ്ങനെ മൃതദേഹം വെച്ചുകൊണ്ട് ഒരു വലിയ ആഘോഷം നടത്തുന്ന തരത്തിലാണ് ഇന്നലെ ഇവർ ഈ മൃതദേഹങ്ങൾ കൈമാറിയത്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഇത് നടക്കുമ്പോൾ ഗസയിൽ മഴ പെയ്തു എന്നാണ് പറയുന്നത്. ഗസയിൽ മഴ പെയ്തു. ഇസ്രയേലുകളുടെ കണ്ണിലും മനസ്സിലും മഴയായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും വികാരവായ്പുള്ള ഒരു സംഭവം, ഒരു അമ്മയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും. ആ കുഞ്ഞുങ്ങളുടെ അച്ഛനായ യാർദാനും നേരത്തെ പിടിയിലായിരുന്നു. യാർദാൻ നേരത്തെ പിടിയിലായിരുന്നെങ്കിൽ ആദ്യം വിട്ടയച്ച 137 വരെ വിട്ടയച്ചല്ലോ. ആ കൂട്ടത്തിൽ യാർദാനെ വിട്ടയച്ചിരുന്നു. അപ്പോൾ ഈ അച്ഛനും അമ്മയും 9 വയസ്സും 4 മാസവും പ്രായമുള്ള കുട്ടിയും കൂടെ ഈ സംഗീത പരിപാടി കാണാൻ പോയപ്പോഴാണ് ഈ ഭീകരന്മാർ പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ വന്നിരുന്നു. അതായത് ഷെറി ബിബാസിൻ്റെ നേരെ ഈ ഭീകരന്മാർ ഓടി വരുമ്പോൾ 2 കുഞ്ഞുങ്ങളെ ഇവരൊരു ബ്ലാങ്കറ്റ് കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുകയും അവിടെ നിന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ CCTV ദൃശ്യങ്ങളുണ്ട്. അതിനുശേഷം ഇന്നലെ അബു കാബിർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ കുഞ്ഞുങ്ങളുടെ 9 വയസ്സും 4 മാസവുമുള്ള കുഞ്ഞുങ്ങളുടെ ഏരിയലിൻ്റെയും കിഫറിൻ്റെയും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ബ്രൂട്ടലി ടോർച്ചേർഡ് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. കുഞ്ഞുങ്ങളെ വരെ 4 വയസ്സും 9 മാസവും പ്രായമുള്ള ഈ കുഞ്ഞുങ്ങളെ വരെ അതിഭീകരമായി പീഡിപ്പിച്ചാണ് കൊന്നതെന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നു എന്നുള്ളതും വല്ലാത്ത ഞെട്ടലാണ്. കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാലോ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം ഇവർ പറയുന്നുണ്ട് ഇസ്രയേലുകൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, അതൊക്കെ ബോംബിട്ടാണ് കൊല്ലുന്നത്. പക്ഷേ ഈ 4 വയസ്സും 9 മാസവും പ്രായമുള്ള കുഞ്ഞുങ്ങളെ
ഇവിടുന്ന് ബോംബിട്ട് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട മനസ്സിലാവും. പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം ബ്രൂട്ടലി ടോർച്ചേർഡ് എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഈ ഫോറൻസിക് ലാബിൽ നിന്ന് വരുന്നു. ഇതെല്ലാം വല്ലാത്ത ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന തന്നെ പറഞ്ഞു, ഈ മൃതദേഹം വെച്ചിട്ട് ഇങ്ങനെ വലിയ സ്റ്റേജ് ഷോ നടത്തുക, വലിയ വാദ്യോപകരണങ്ങളൊക്കെ മുഴക്കി മ്യൂസിക്കൊക്കെ വെച്ചിട്ട് അനാദരവ് കാണിക്കുക, അത് വളരെ ഒട്ടും ശരിയല്ല. മൃതദേഹങ്ങളെ മാനിക്കുക എന്നുള്ള ലോകത്തെമ്പാടുമുള്ള ഒരു മര്യാദയാണ്. ആ മര്യാദയുടെ ലംഘനമാണ് ഇവർ ഈ ഷോയിലൂടെ നടത്തിയതെന്ന് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ ഏജൻസിയും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ പ്രസിഡന്റ്, നമ്മൾ അധികം കേൾക്കാറില്ല ഇസ്രായേൽ പ്രസിഡന്റിനെ കുറിച്ച്, ഐസക് ഹെർസോഗ് ഇന്നലെ പറഞ്ഞു, ഞാൻ എൻ്റെ ഈ രാജ്യത്തിൻ്റെ ഹൃദയം കണ്ണീരിൽ മുങ്ങിയ ദിവസമാണ്. ഇസ്രായേൽ രാജ്യത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. എനിക്ക് ആ ശപിക്കപ്പെട്ട ദിവസം നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം നിങ്ങളുടെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല നിങ്ങളെ, ഈ 4 പേരെ. അതിന് ഞാൻ ഈ രാജ്യത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് പരസ്യമായി ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു. നെതന്യാഹു പറഞ്ഞത്, ഇസ്രായേലികളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു, നമ്മളെല്ലാം ഒന്നിച്ച് ദുഃഖിക്കുകയാണ്. പക്ഷേ ഇതോടൊപ്പം ഈ ദുഃഖത്തിൽ നമ്മുടെ ഹൃദയത്തിലുള്ള നിന്ന് രക്തമല്ല, കണ്ണുകളിൽ നിന്ന് കണ്ണുനീരല്ല, രക്തമാണ് ഒഴുകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ദുഃഖം ആചരിക്കുന്നതിനൊപ്പം നമ്മൾ നമ്മുടെ പ്രതിജ്ഞ പുതുക്കും, ഹമാസിനെ തുടച്ചു നീക്കുമെന്നുള്ള പ്രതിജ്ഞ പുതുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഈ മൃതദേഹം വെച്ചുകൊണ്ടുള്ള ഇവരുടെ നാടകം നടക്കുമ്പോൾ അത് ലൈവായിട്ട് ഇസ്രയേലിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രയേലിലെ ജനങ്ങൾ മുഴുവൻ ഇന്നലെ വല്ലാത്ത ഒരു കടുത്ത ദുഃഖത്തിൻ്റെ ദിവസമായിരുന്നു. കാരണം വെടിനിർത്തൽ കഴിഞ്ഞു, അറിയാം, ഇതുവരെ 137 മൃതദേഹങ്ങൾ ബന്ദികളെ കിട്ടിയിട്ടുണ്ട്. 66 പേരെ ഇനി കിട്ടാനുണ്ട്. അതിൽ 30 പേരും മരിച്ചു എന്നാണ് പറയുന്നത്. ഇനി കിട്ടാനുള്ള 66 പേരിൽ 36 പേരെ മാത്രമേ ജീവനോടെ കിട്ടാൻ സാധ്യതയുള്ളൂ. 30 പേരും മരിച്ചു എന്നാണ് ഏതാണ്ട് വിവരം, ഇസ്രായേലിൻ്റെ പക്കലുള്ള വിവരം. അപ്പോൾ മൃതദേഹങ്ങളുടെ വരവാണിനി. അതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിലാണ് അമ്മയുടെയും 2 കുഞ്ഞുങ്ങളുടെയും ഈ 83 വയസ്സുള്ള വൃദ്ധൻ്റെയും മൃതദേഹം വന്നു. പക്ഷേ ഇപ്പോൾ വലിയ ചോദ്യം ഉണ്ടാകുന്നത്, ഷെറി ബിബാസിൻ്റെ മൃതദേഹം എവിടെ പോയി? എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ മൃതദേഹം കൊടുക്കാത്തത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പകരം വന്നിരിക്കുന്ന മൃതദേഹം ആരുടേതാണ്? കാരണം ഈ കാണാതായ ആളുകളുടെ മുഴുവൻ DNA സാമ്പിൾസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് മൃതദേഹം കിട്ടിയാലും ഈ സാമ്പിളുമായിട്ട് ഒത്തുനോക്കും. അപ്പോൾ ഇപ്പോൾ അയച്ചിരിക്കുന്ന പാക്കിൽ കൊഫീനകത്ത് എന്താണെന്നറിയോ, കഫീനകത്ത് ഇതില്ല, മൃതദേഹമുണ്ട്. പക്ഷെ മൃതദേഹത്തിൻ്റെ മുഖം നോക്കി തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ DNA പരിശോധന നടത്തുന്നത്. ഡികമ്പോസ്ഡ് ആയിരിക്കാം, അഴുകി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ പരിക്കുകൾ ഉണ്ടായിരിക്കാം. അത് നമുക്ക് അതിൻ്റെ അത്തരം വിശദാംശങ്ങളൊന്നും ലഭ്യമല്ല, അവർ പറയുന്നുമില്ല, ഇസ്രായേലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് DNA പരിശോധനയാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ എങ്ങനെയാണ് അല്ല, ആ മൃതദേഹങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്നറിയാം. കാരണം DNA പരിശോധനകളുടെ മാത്രമേ സ്ഥിരീകരിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ബന്ധുക്കളെ കാണിച്ചാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ ആ മൃതദേഹങ്ങളുടെ അവസ്ഥ അറിയാം. അപ്പോൾ DNA പരിശോധന നടത്തുമ്പോൾ ആ കാണാതായിട്ടുള്ള മുഴുവൻ പേരുടെയും DNA സാമ്പിൾസ് അവിടെയുണ്ട്. അതുമായിട്ട് ഇത് ഒത്തുനോക്കിയപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു സ്ത്രീയുടേതെന്ന് പറയുന്ന മൃതദേഹം ആരുടെ എന്നറിയില്ല. അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതായത് ഇസ്രായേലിൻ്റെ പക്കൽ കുറേ ആളുകളുണ്ട്, അതിനകത്ത് ഈ 13 സൈനികരുണ്ട്. ഈ 13 സൈനികരിൽ 10 പേരും കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം സൈനികരെ കിട്ടിയാൽ ഒരു വെറുതെ വിടത്തില്ല. അപ്പം ഇനി കിട്ടാനുള്ള ആളുകളുടെയൊക്കെ സാമ്പിളുമായിട്ട് നോക്കുമ്പോഴും ഒരു മൃതദേഹം വന്നിരിക്കുന്നത്, ഇത് ആരുടെ എന്നറിയില്ല. ഒരുപക്ഷെ ഇസ്രായേലികളുടെ തന്നെയാണോ, അതോ ഇനി പാലസ്തീനികളുടെ ഏതെങ്കിലും മൃതദേഹം എടുത്തു വെച്ചിട്ട് പകരം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് 2 കുഞ്ഞുങ്ങളുടെ മൃതദേഹം അയച്ചപ്പോൾ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ മൃതദേഹം അയച്ചില്ല? അത് ഒരുപാട് ദുരൂഹതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഷെറി ബിബാസ് എന്ന് പറയുന്ന ഈ 32 വയസ്സുകാരി ഒരു പക്ഷേ ഈ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള, അല്ലെങ്കിൽ ഗാസയും തമ്മിലുള്ള തുടർന്നുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ നിർണായക വഴിത്തിരിവാകാൻ പോവാണ്. കാരണം ഒരു പക്ഷേ ഈ ഷെറി ബിബാസിൻ്റെ മൃതദേഹം വിട്ടുകൊടുത്താൽ കുറച്ചുകൂടെ വലിയ കോൺസിക്വൻസ് ഉണ്ടാകും, പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പേടിക്കുന്നുണ്ടാകും. കാരണം അതുപോലെ ഒരുപക്ഷെ ആ സ്ത്രീയെ മാനഭംഗപ്പെടുത്തുകയോ റേപ്പ് ചെയ്യുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിരിക്കാം. അത്തരം ഒരു മൃതദേഹം അങ്ങോട്ട് കൊടുത്താൽ അതിൻ്റെ കാര്യങ്ങൾ ഇസ്രായേൽ ലോകത്തോട് പറഞ്ഞാൽ, മാത്രമല്ല പണ്ടത്തെ പോലെയൊന്നുമില്ല, ലോകത്തിലെ സ്ഥിതിയൊക്കെ വല്ലാണ്ട് മാറി. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഷെറി ബിബാസിൻ്റെ മൃതദേഹം വല്ലാതെ ദുരുപയോഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുത്തിയതാണെങ്കിൽ, കാരണം ഇവരിപ്പോൾ അവകാശപ്പെടുന്നതെന്നറിയോ, ഇതിന് കൊലയാളി നെതന്യാഹുവാണ്. നെതന്യാഹുവിൻ്റെ പ്ലെയിനുകൾ വന്ന് ബോംബിട്ടുകൊണ്ടാണ് ഇവരെല്ലാം മരിച്ചതെന്നാണ് ഇപ്പം ഇവരെല്ലാത്തിലും പറയുന്ന ന്യായം.
കാരണം ഏത് ഇനിയിപ്പോൾ കൊടുക്കാനുള്ള 30 മൃതദേഹങ്ങളുടെ കാര്യത്തിൽ ഇവർ പറയാൻ പോകുന്നത് ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങൾ സാധുക്കളാണ്, ഇതെല്ലാം ഇസ്രായേലി പട്ടാളക്കാർ കൊന്നതാണെന്നുള്ള വാദമാണ് പറയുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പറയുന്നത് കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ പോലും ബ്രൂട്ടലി ടോർച്ചർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഈ സ്ത്രീയുടെ മൃതദേഹം കിട്ടിയിട്ടില്ല എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. ഏതായാലും സൈന്യം ഇപ്പോൾ ആദരാഞ്ജലിയൊക്കെ അർപ്പിച്ചിട്ടാണ് ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തത്. അത് ഈ ഒരു മൃതദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നം മാറി നിൽക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന അവരുടെ തനി നിറം വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നു. ഹമാസ് കൂടുതൽ ഒറ്റപ്പെടാനും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പക്ഷേ ഇത് കരാർ ലംഘനമാണ്. പറയുന്ന ആളുകളുടെ പേര് പറയുന്ന ആളുകളുടെ മൃതദേഹം അല്ലെങ്കിൽ ആളുകളെ വിട്ടുകൊടുക്കാമെന്നുള്ളത് ഇവർ ലംഘിച്ചു. കാരണം തിരിച്ച് അങ്ങോട്ട് കിട്ടേണ്ട പലസ്തീനികളെ മേടിക്കുകയും ചെയ്തു, ഇങ്ങോട്ട് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൃതദേഹം വിട്ടുകൊടുത്തിട്ടില്ല. ഇത് ഇനി എങ്ങനെയാണ് ഇതിനെ ബാധിക്കുക എന്നുള്ള വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.